ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുമാരനാശാനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചിറയൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കായിക്കര ഗ്രാമത്തിൽ 1873 ഏപ്രിൽ 12 കുമാരനാശാൻ ജനിച്ചത്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന് വിശേഷിക്കപ്പെട്ട കവിയാണ് കുമാരനാശാൻ. ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ എന്ന സ്ഥലത്താണ്. കുമാരനാശാന് പല വിശേഷണങ്ങളുണ്ടായിരുന്നു. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. നവോത്ഥാനത്തിൻ്റെ കവി എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരനാണ്. ചിന്നസ്വാമി എന്ന് ആശാനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കൃതിയാണ് പുഷ്പവാടി. മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ആ ഒരു കൃതിയിലെ നായികയായിരുന്നു സാവിത്രി. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് കരുണ. ആശാൻ അവസാനം രചിച്ച കാവ്യം കൂടിയാണ് കരുണ. കരുണയിലെ നായികയാണ് വാസവദത്ത. കുമാരനാശാൻ്റെ മറ്റ് പ്രധാന കൃതികളാണ് ലീല, വീണപൂവ്, ചണ്ടാല ഭിക്ഷുകി, പ്രരോദനം, ശ്രീബുദ്ധചരിതം മുതലായവ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ എന്നിവരോടൊപ്പം ആധുനിക കവിത്രയത്തിലെ ഒരാളായി കുമാരനാശാനെ കണക്കാക്കുന്നു. 1924 ജനുവരി 16 പല്ലനയാറ്റിൽ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ മോട്ടോർ സർവീസ് വക റെഡീമർ എന്നു പേരുള്ള ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് കുമാരനാശാൻ അന്തരിച്ചത്. ബോട്ട് കൊല്ലത്തു നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്